പ്രിയമുള്ളവരെ, 11ാം ക്ലാസ് ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഡെഫിനിഷൻ ഓഫ് ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അതിൻ്റെ ഡെഫിനിഷൻസ്, അതുപോലെ പാരലാക്സ് മെത്തേഡ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഫിസിക്സിൽ മെഷർമെന്റ്സിന് വലിയ പ്രാധാന്യമുണ്ട്. മെഷർമെന്റ്സ് കൂടാതെ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പഠിക്കുവാനോ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ മറ്റൊരാൾക്ക് കൊടുക്കുവാനോ സാധ്യമല്ല. ടു അണ്ടർസ്റ്റാൻഡ് എനി ഫിനോമിനൻ ഇൻ ഫിസിക്സ് വി ഹാവ് ടു പെർഫോം എക്സ്പെരിമെന്റ്സ്. ഇപ്പോൾ പരീക്ഷണങ്ങൾ കൂടാതെ ഫിസിക്സിൽ തത്വങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എക്സ്പെരിമെന്റ്സ് റിക്വയർ മെഷർമെന്റ്സ് ആൻഡ് വി മെഷർ സെവറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. അപ്പോൾ ധാരാളം മെഷർമെന്റ്സിനുള്ള സാധ്യതകളാണ് ഫിസിക്സിൽ ഉള്ളത്. എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഓഫ് ലോസ് ആൻഡ് തിയറീസ് ഓൾസോ നീഡ്സ് മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓംസ് ലോ നമുക്കറിയാം, വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ V/I എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാബിൽ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്ത് അതൊരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൽ മെഷർമെന്റ്സ് കൂടാതെ നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷനും സാധ്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മെഷർമെന്റ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ മെഷർമെന്റ്സ് നടത്തണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മേശ, അപ്പോൾ ആ മേശ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് കരുതുക. അപ്പോൾ ആ മേശയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇപ്പോൾ മേശയ്ക്ക് 4 കാലുകളുണ്ട്, അതിന് മുകളിലൊരു പലകയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവരിച്ചാലും അതിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ പിക്ചർ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ആ മേശയ്ക്ക് ഇത്ര മീറ്റർ നീളമുണ്ട്, ഇത്ര മീറ്റർ വീതിയുണ്ട്, അതിൻ്റെ കാലുകൾക്ക് ഇത്ര മീറ്റർ ഉയരമുണ്ട്, ഇത്ര ഘനമുണ്ട്, അതിന് ഇത്ര കിലോഗ്രാം ഭാരമുണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അളന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ആധികാരികത അവിടെ വരുവാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആധികാരികത ജനിപ്പിക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ഇത്തരത്തിലുള്ള മെഷർമെന്റ്സിന് വളരെയേറെ പ്രാധാന്യമാണ് ഫിസിക്സിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എനി മെഷറബിൾ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഇപ്പം മാസ് നമുക്ക് അളക്കാം, ലെങ്ത്, അതുപോലെ വെലോസിറ്റി, സ്പീഡ്, ഏരിയ, കറണ്ട്. അപ്പം അങ്ങനെ ധാരാളം ക്വാണ്ടിറ്റീസ് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ആ ക്വാണ്ടിറ്റിയെ ഫിസിക്സിൽ വലിയ പ്രാധാന്യം അതിനില്ല. അപ്പോൾ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ പ്രധാന ക്ലാസിഫിക്കേഷൻസ് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ഈ പറഞ്ഞതെല്ലാം എക്സാമ്പിൾസ് ആണ്. മാസ്, ലെങ്ത്, ടൈം, ഏരിയ, ഡെൻസിറ്റി, പ്രഷർ തുടങ്ങിയവയെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനെ 2 ആയിട്ട് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ തരംതിരിക്കാം എന്ന് ചുരുക്കം. ഇപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണമാണുള്ളത്. മാസ്, ലെങ്ത്, ടൈം, അതുപോലെ കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന 7 തരത്തിലുള്ള ഫണ്ടമെന്റൽ അല്ലെങ്കിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് മറ്റ് ക്വാണ്ടിറ്റിയുടെ സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല, സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ ബേസ് ക്വാണ്ടിറ്റിയാൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുക. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ്
upon other physical quantities. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ സ്പീഡ്. ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന മെഷർമെന്റ് ആണ്. അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ്, വെലോസിറ്റി എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റി കിട്ടുന്നത്. അപ്പൊ അത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഒന്നിലധികം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാൽ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് സ്പീഡ്, ഏരിയ, വെലോസിറ്റി, ഡെൻസിറ്റി, പ്രഷർ, അതുപോലുള്ള ഇതെല്ലാം ഈ പറഞ്ഞ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ പെടുന്നതാണ്. 7 ക്വാണ്ടിറ്റി മാത്രമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. മറ്റുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് യൂണിറ്റ്. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിന് ഒരു തോത്, ആ തോതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മീറ്റർ, ഫുട്ട്, ഇഞ്ച് എന്നൊക്കെ പറയുന്നത് ലെങ്ത് മെഷർമെന്റ്സിന് ഉപയോഗിക്കുന്നത് വിവിധ യൂണിറ്റുകളാണ്, വിവിധ സിസ്റ്റത്തിലെ യൂണിറ്റുകളാണ്. ഇപ്പൊ മീറ്ററിൽ അളക്കാം, ഫുട്ട് അടിയിൽ നമുക്ക് പറയാം, ഇഞ്ചിൽ പറയാം. അതൊക്കെ ഈ പറഞ്ഞ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ യൂണിറ്റുകളാണ്. അപ്പൊ അതുപോലെ കിലോഗ്രാം, പൗണ്ട് തുടങ്ങിയ ഗ്രാം എന്നൊക്കെ പറയുന്ന യൂണിറ്റുകൾ മാസ് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡ്, മിനിറ്റ്, അവർ എന്നൊക്കെ പറയുന്നത് ടൈം മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഫാരൻഹീറ്റ്, കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിവിധ യൂണിറ്റുകളാണ്. അപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ യൂണിറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. 2 തരത്തിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ കണ്ടു, അതായത് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി, അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയും. അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും പറയും. അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്റ്, ഇപ്പൊ യൂണിറ്റിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു. ഇപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് മീറ്റർ ആയാലും പൗണ്ട് ആയാലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള യൂണിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ആ യൂണിറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. കൃത്യമായിട്ടുള്ള നിർവചനം അതിനുണ്ടായിരിക്കണം. അതുപോലെ സൂട്ടബിൾ സൈസ് ആയിരിക്കണം, റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം, വീണ്ടും നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ ഇൻവേരിയബിൾ ആയിരിക്കണം. ഇപ്പോൾ ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സവിശേഷതകളുണ്ടോ അതിന്റെ തോതിന് വ്യത്യാസം വരാനായിട്ട് പാടില്ല. ഇൻവേരിയബിൾ ആയിരിക്കണം. അതുപോലെ ഇൻഡിസ്ട്രക്റ്റബിൾ ആയിരിക്കണം, നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണം. അപ്പം വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്വീകാര്യത അതിനുണ്ടായിരിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു നല്ല യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു അളവുകോൽ, തോതിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതാണ് യൂണിറ്റിന്റെ പ്രത്യേകതകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഡിപ്പെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ and are not usually defined in terms of other physical quantities are called physical quantities. അപ്പോൾ അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ കൊടുത്തിരിക്കുന്ന 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ശ്രദ്ധിക്കുക. ലെങ്ത്, മാസ്, ടൈം, അതുപോലെ ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസേ ഉള്ളൂ. അപ്പൊ ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റാൻഡേർഡ് സിസ്റ്റം SI യൂണിറ്റ് എന്ന് പറയുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ലെങ്ത് അളക്കുന്നത് മീറ്ററിലാണ്. ലെങ്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ എം ഉപയോഗിച്ച് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. സ്മോൾ എം എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് സിമ്പിൾ ഓഫ് ലെങ്ത് ആണ്. അതുപോലെ കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ആണ്. kg എന്നുള്ള സിമ്പിളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ടൈമിന്റെ സെക്കൻഡ് ആണ് അതിന്റെ SI യൂണിറ്റ്. S എന്നുള്ളത് അതിന്റെ സിമ്പിൾ ആണ്. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് നമ്മൾ ആംപിയറിലാണ് അളക്കുക. ക്യാപിറ്റൽ A ആണ് അതിന്റെ സിമ്പിള്. അതുപോലെ കെൽവിൻ എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ്. മറ്റു പല യൂണിറ്റുകളുണ്ട്. SI യൂണിറ്റിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുക. കെൽവിൻ എന്ന് പറയുന്നത് SI യൂണിറ്റ്, അതിന്റെ സിമ്പിൾ K. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിലാണ് നമ്മൾ പറയുക. MOL എന്നുള്ളതാണ് അതിന്റെ സിമ്പിള്. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 7ാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് കെൻഡേല എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ്. CD എന്ന് പറയുന്നത് അതിന്റെ സിമ്പിളാണ്.
അപ്പോൾ അങ്ങനെ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മറ്റു ക്വാണ്ടിറ്റിയുടെ സഹായം ഒന്നും അതിന് ആവശ്യമില്ല. ആ സഹായം കൂടാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണുള്ളത്. ബാക്കിയുള്ള ക്വാണ്ടിറ്റികളെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. The physical quantities whose defining operations are based on other physical quantities are called derived quantities and its units are called derived units. For example, നമുക്ക് പറയാം, ഈ കാണുന്നതെല്ലാം ഈ പറഞ്ഞ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒഴിച്ച് ബാക്കി നമ്മൾ ഫിസിക്സിൽ കാണുന്ന മെഷറബിൾ ക്വാണ്ടിറ്റികളെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതിന്റെ യൂണിറ്റ്സ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും അറിയപ്പെടും. ഇപ്പോൾ സ്പീഡ് അത് നടക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമിലാണ്. ഇപ്പോൾ ഡിസ്റ്റൻസിന്റെ അത് ലെങ്ത് ആണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ടൈം സെക്കൻഡിൽ പറയുന്നു. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയും. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം ആണ്. ഇപ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ 1 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കും. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ആക്സലറേഷന്റെ യൂണിറ്റ് വരിക. അതുപോലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻടു ആക്സലറേഷൻ, F=ma, നിങ്ങൾ കേട്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. അതല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ആണ്. അതുപോലെ എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ജൂളിൽ നമ്മളത് പറയും. പിന്നെ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻടു ടൈം ആണ്. അപ്പോൾ അതിന് നമ്മൾ കൂളമ്പിൽ നമുക്കതിന്റെ യൂണിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ബാക്കിയുള്ള ധാരാളം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും അതിന്റെ യൂണിറ്റുകളും ഉണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ 7 എണ്ണം, നമ്മൾ നേരത്തെ കണ്ട 7 എണ്ണം മാത്രമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു, പല തരത്തിലുള്ള യൂണിറ്റ്സിന്റെ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ പല സിസ്റ്റംസ്, ഇപ്പോൾ CGS സിസ്റ്റം, അപ്പോൾ അതൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ്. ഇപ്പോൾ ലെങ്ത് അളക്കുന്നത് സെന്റിമീറ്ററിലായിരിക്കും. അതുപോലെ ഗ്രാമില് മാസ് അളക്കുന്നു, സെക്കൻഡിൽ ടൈം അളക്കുന്നു. അപ്പൊ അതൊരു തോതാണ്, ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അതിനാണ് നമ്മൾ CGS സിസ്റ്റം എന്ന് വിളിക്കുക. അതുപോലെ FPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. ഫുട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. ഇപ്പൊ ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ FPS സിസ്റ്റമാണ്. അപ്പൊ ഫുട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. MKS എന്ന് പറഞ്ഞാൽ മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. അപ്പൊ അങ്ങനെ പല സിസ്റ്റംസ് ഓഫ് യൂണിറ്റുകളുണ്ട്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഈ ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യുന്നതും എല്ലാം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെല്ലാം SI യൂണിറ്റ് ആണ്. SI യൂണിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിറ്റുകളെല്ലാം, അതായത് ലെങ്ത് അളക്കുന്ന മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ തുടങ്ങിയ, ആംബിയർ തുടങ്ങിയ എല്ലാം SI യൂണിറ്റിലാണ്. there are 7 ബേസ് യൂണിറ്റ്സ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ 7 ബേസ് യൂണിറ്റ്സ് ഉണ്ട് SI യൂണിറ്റിൽ. ഇപ്പൊ SI യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയാണ് നമ്മൾ നോക്കുക. SI is a coherent system of units, that is system based on certain set of fundamental units from which all derived units are obtained by multiplication or division without introducing numerical factors. ഒരു പ്രത്യേക തോത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ തോതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് മറ്റ് തോതുകൾ എന്ന് പറയുന്നത്. SI is a rational system of units as it assigns only one unit to be a particular physical quantity. ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് മാത്രം. ഫോർ എക്സാമ്പിൾ, ജൂൾ ഈസ് ദ യൂണിറ്റ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് എനർജി. പലതരത്തിലുള്ള എനർജികളുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. വേറൊരു ഹീറ്റ് എനർജി ആണെങ്കിലും അത് ജൂളിൽ പറയുന്നു. ഇപ്പോൾ ഇലക്ട്രിക് എനർജി ആണെങ്കിലും അത് ജൂളിലാണ് പറയുക. ഓരോ എനർജി മാറി എന്നതുകൊണ്ടും അതിന്റെ യൂണിറ്റിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ദർ ഈസ് നോട്ട് സോ അതർ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. മറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ഇതുപോലെ ഒരു യൂണിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണോ ആ ക്വാണ്ടിറ്റി എല്ലാം അതിനെല്ലാം പൊതുവായിട്ടൊരു യൂണിറ്റേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. SI is an absolute system of units. There are no gravitational units on the system. Gravitational units ഇതിനകത്ത് ഇല്ല. This use factor G is thus eliminated. അപ്പോൾ G എന്ന് പറയുന്ന ഫാക്ടർ അപ്പോൾ അതിനകത്ത് നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ mg എന്ന് പറയുന്നതിനകത്ത് ജിയുടെ ഫാക്ടർ ഉണ്ട്. ഇപ്പം മാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് G ഫാക്ടർ അവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്.
SI is a metric system that is multiple and sub-multiple of units are expressed as powers of 10. 10ന്റെ പവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് മെട്രിക് സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ കറണ്ട് ഇലക്ട്രിസിറ്റി ദ അബ്സല്യൂട്ട് യൂണിറ്റ്സ് ഓൺ ദ SI like ampere for current, volt for potential difference, ohm for resistance, Henry for inductance, Faraday for capacity and so on. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റിക്കകത്ത് അബ്സല്യൂട്ട് യൂണിറ്റ്സ് ഓരോന്നും SI സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ ഓരോ യൂണിറ്റ്സിൻ്റെ ഡെഫിനിഷൻസ്, അതായത് ബേസ് യൂണിറ്റ്സിൻ്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡെഫിനിഷൻസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷയ്ക്കൊന്നും ഡെഫിനിഷൻസ് ഇതുപോലെ ചോദിക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ യൂണിറ്റുകൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ഡെഫിനിഷൻസിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഡെഫിനേഷൻ ഓഫ് മീറ്റർ, ഇപ്പോൾ 1 മീറ്റർ യൂണിറ്റ് ലെങ്ത് 1 മീറ്റർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ദ മീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഡ്യൂറിങ് എ ടൈം ഇന്റർവൽ ഓഫ് 1 divided by 299792458 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ ഇത്രയും അംശം 1 divided by 299792458 ഓഫ് എ സെക്കൻഡ് കൊണ്ട് ലൈറ്റ് വാക്കത്തിലൂടെ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇതുപോലെ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതുപോലെ യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഈസ് എ മാസ് ഓഫ് എ പ്രോട്ടോടൈപ്പ് സിലിണ്ടർ ഓഫ് പ്ലാറ്റിനം ഇറിഡിയം അലോയ്. പ്ലാറ്റിനം ഇറിഡിയം കൂടെ ചേർന്നിട്ടുള്ള അലോയ് ആണ്. പ്രിസർവ്ഡ് അറ്റ് ദ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നിയർ പാരീസ്. ഇപ്പോൾ പാരീസിൽ പ്ലാറ്റിനം ഇറിഡിയം അലോയിയുടെ ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ട്. ആ സിലിണ്ടറിന്റെ ഭാരം അതാണ് 1 കിലോഗ്രാം എന്ന് പറയുക. ഇപ്പൊ പ്ലാറ്റിനം ഇറിഡിയം അലോയ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതിന്റെ മാസിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ പറഞ്ഞ പ്ലാറ്റിനം ഇറിഡിയം അലോയിയുടെ പ്രത്യേകത. അതിന്റെ മാസ് അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിലിണ്ടറിന്റെ മാസാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അതൊരിക്കലും മാറുന്നില്ല. ഒരു ഡെഫിനേഷൻ ഓഫ് സെക്കൻഡ്. 1 സെക്കൻഡ് ഈസ് എ ടൈം ടേക്കൺ ബൈ 91926317770 oscillations of the light emitted by a cesium-133 atom. അപ്പോൾ cesium-133 ആറ്റം എമിറ്റ് ചെയ്യുന്ന ഓസിലേഷൻസിന്റെ ഈ പറഞ്ഞ അത്ര ഓസിലേഷൻസിന്റെ ഓസിലേഷൻസ് ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ സീഷ്യം. അപ്പോൾ ആ ഓസിലേഷൻസ് അതാണ് 1 സെക്കൻഡ് എന്നുള്ള ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അതുപോലെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ampere is that constant current which if maintained in 2 straight parallel conductors of infinite length and of negligible circular cross section and placed 1 meter apart in vacuum would produce between these conductors a force equal to 2 into 10⁻⁻⁷ Newton per meter of the length. അതാണ് 1 ആംപിയർ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ നിർവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 1 ആംപിയറിന്റെ ഡെഫിനേഷൻ നമ്മൾ അടുത്ത വർഷം ഇലക്ട്രിസിറ്റിക്കകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി എന്താണ് യൂണിറ്റ് ഓഫ് കറണ്ട്. 1 ആംപിയറിന്റെ ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് 2 പാരലൽ കണ്ടക്ടേഴ്സ് 1 മീറ്റർ അപ്പാർട്ടിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലൂടെ അവ തമ്മിൽ 2 into 10⁻⁻⁷ Newton per meter ഫോഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ 2 കണ്ടക്ടറിലൂടെയും കടത്തിവിടുന്ന കറണ്ടിനെയാണ് 1 ആംപിയർ കറണ്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ യൂണിറ്റ് ഓഫ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ. കെൽവിൻ എന്ന് പറഞ്ഞാൽ കെൽവിൻ ഈസ് യൂണിറ്റ് ഓഫ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ഈസ് എ ഫ്രാക്ഷൻ ഓഫ് 1 divided by 273.16 of the thermodynamic temperature of triple point of water. അപ്പോൾ അതാണ് കെൽവിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് എ സിസ്റ്റം which contains as many elementary entities as there are atoms in 0.012 kilogram of carbon 12. Its symbol is mole. When the mole is used, elementary entities must be specified and may be atoms, molecules, ions, electrons, other particles or specified groups of such particles. അപ്പോൾ അതാണ് മോളിന്റെ നിർവചനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി. അപ്പോൾ അതിന്റെ കൻഡേല എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ്. കൻഡേല is a luminous intensity in a given direction of the source that emits monochromatic radiation of frequency
540 into 10 raised to 12 hertz, and that has a radiant intensity in that direction of 1 divided by 683 watt per steradian. ഈ കണ്ടേല എന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ, അതായത് ലൈറ്റ് ഒരു സോഴ്സിൻ്റെ ഒക്കെ ഇൻറ്റൻസിറ്റി തീവ്രത അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തോതാണ്, ഒരു യൂണിറ്റാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കണ്ടേല അതിൻ്റെ യൂണിറ്റാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നിർവചനമൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നത് 10 raised to power. ഇപ്പോൾ 10 raised to -24 എന്ന് പറയുന്ന പവറിനെ നമ്മൾ യോക്ടോ എന്നാണ് വിളിക്കുക. അങ്ങനെ പല മൾട്ടിപ്പിൾസ് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചില മൾട്ടിപ്പിൾസ്, നമുക്ക് ആവശ്യം വരുന്ന കുറേ മൾട്ടിപ്പിൾസ് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പ്രോബ്ലത്തിനകത്തൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫെമൻഡോ എന്ന് പറഞ്ഞാൽ 10 raised to -15 ആണ്. ഇപ്പോൾ 1 ഫെമൻഡോ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 into 10 raised to -15 മീറ്റർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 raised to -15 കൊണ്ട് നമ്മൾ ഗുണിക്കേണ്ടതായിട്ട് വരും. പൈക്കോ എന്ന് പറഞ്ഞാൽ 10 raised to -12 ആണ്. അപ്പോൾ കപ്പാസിറ്റി ഫാരഡൊക്കെ പൈക്കോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 raised to -12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അതുപോലെ നാനോ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 raised to -9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൈക്രോ എന്ന് പറഞ്ഞാൽ 10 raised to -6 ആണ്. അതുപോലെ മില്ലി 10 raised to -3. അപ്പം മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 raised to -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 10 raised to -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെ പോകും. ഇപ്പോൾ കിലോ എന്ന് പറഞ്ഞാൽ 10 raised to 3 ആണ്. ഇപ്പോൾ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 raised to 3 ഗ്രാം ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10 raised to 6 ആണ്. അതുപോലെ 10 raised to 9 ഡൈഗ, അതുപോലെ 10 raised to 12 ടെറാബൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബൈറ്റ്, കിലോ ബൈറ്റ് എന്നൊക്കെ പറയുന്നത് ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ 10 raised to 12 ബൈറ്റിനെയാണ്. അപ്പോൾ അങ്ങനെ ഈ മൾട്ടിപ്പിൾസ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SI യൂണിറ്റിലല്ല നമുക്ക് ഡേറ്റാസ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റയെ SI യൂണിറ്റിലേക്ക്, അല്ലെങ്കിൽ ആ യൂണിറ്റിനെ SI യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതാണ് നമ്മൾ കാണുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഡയമീറ്റർ ഓഫ് മൂൺ. ഇപ്പോൾ മൂൺ എന്ന് പറയുന്നത് വളരെ അകലെയുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ അളക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒന്നും നമുക്ക് അളക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ വളരെ വലിയ അകലത്തിലിരിക്കുന്ന വസ്തു, അതിൻ്റെ ഡയമീറ്റർ, അതല്ലെങ്കിൽ ആ മൂണിലേക്കുള്ള അകലമൊക്കെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പാരലാക്സ് മെത്തേഡ്. ഇവിടെ എർത്തിലിരുന്ന് നമ്മൾ മൂണിൻ്റെ ഡയമീറ്റർ അളക്കുകയാണ്. ലെറ്റ് ദ മൂൺ be at the astronomical object of the diameter d. ഇപ്പോൾ മൂൺ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. മൂണിന്റെ ഡയമീറ്റർ d ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ലെറ്റ് E be the point on earth surface. E എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ സർഫസിലെ ഒരു പോയിന്റ് ആണ്. A telescope is focused on moon's surface. the moon's surface and its image is observed as shown in the figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൂണിൻ്റെ ഇമേജ് ഒബ്സർവ് ചെയ്യുന്നു. ഈ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തിരുന്നു കൊണ്ട് ഇതിൻ്റെ ഇമേജ് ഒബ്സർവ് ചെയ്യുന്നു. ആ ഫിഗർ ഈസ് മെഷേർഡ്. S ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് സർഫസ്. അപ്പോൾ മൂണിൻ്റെ സെൻട്രലിൽ നിന്ന് എർത്തിൻ്റെ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ആവറേജ് ഡിസ്റ്റൻസ് മൂണിൽ നിന്നും എർത്തിൻ്റെ സർഫസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് S ആയിട്ട് എടുത്തിരിക്കുന്നു. ദ ഡയമീറ്റർ AB. ഇപ്പോൾ AB എന്ന് പറഞ്ഞിരിക്കുന്നത് മൂണിന്റെ ഡയമീറ്റർ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഡയമീറ്റർ AB ഓഫ് ദ മൂൺ ഈസ് കൺസിഡേർഡ് ആസ് എ സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് S. ഈ AB എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ഡയമീറ്റർ AB ഓഫ് മൂൺ ഈസ് കൺസിഡേർഡ് ആസ് എ സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് S. ഡയമീറ്റർ ഓഫ് ദ മൂൺ ക്യാൻ ബി ഫൗണ്ട് ബൈ നോയിങ് ദ വാല്യൂസ്. ഏതാണ് നമുക്ക് അറിയേണ്ടത്? S അറിയണം, അതുപോലെ ആംഗിളും അറിയണം. ആംഗിൾ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആർക്ക് ബൈ റേഡിയസ് എന്നുള്ളത്, ആംഗിൾ എന്നുള്ള ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് S ആയിട്ട് നമുക്ക് എടുക്കാം. S എന്ന് പറയുന്ന ആ റേഡിയസിനെ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് AB ബൈ S, AB എന്ന് പറയുന്ന ആർക്കായിട്ട് എടുക്കുക. AB ബൈ S എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് AB അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ S ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് ഡയമീറ്റർ ഓഫ് മൂൺ ക്യാൻ ബി ഫൗണ്ട് ബൈ നോയിങ് വാല്യൂസ് ഓഫ് തീറ്റ. ക്യൂ എന്നുള്ള അല്ല അവിടെ കൊടുത്തിരിക്കുക, തീറ്റ എന്നെടുക്കുക. ക്യൂ അല്ല, അത് തീറ്റ ആൻഡ് എസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ദിസ് എബോവ് ഫോർമുല ഹോൾഡ്സ് ഗുഡ് ഓൺലി ഇഫ് എസ് ഈസ് വെരി ലാർജ്. എസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കണം. ആൻഡ് ഡി ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സ്മോൾ ആർക്ക് ഓഫ് റേഡിയസ് എസ്. എസ് വളരെ ലാർജ് ആയിരിക്കണം. ചെറിയ ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് എറേഴ്സ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ മൂണിൻ്റെ ഒക്കെ ഡയമീറ്റർ നമുക്ക് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അളക്കാനായിട്ട് സാധിക്കും. അവരുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം എർത്ത്. ഈ പറഞ്ഞത് നേരെ തിരിച്ച് മൂണിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലം അല്ലെങ്കിൽ തിരിച്ചുള്ള അകലം എന്ന് പറയുന്നത് അളക്കാൻ വേണ്ടി പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കാം. പാരലാക്സ് മെത്തേഡ്. അപ്പോൾ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു മെഷർമെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലെറ്റ് ദ ഓബ്ജക്റ്റ് O be viewed with our eye which is at a distance or making an angle between the two eyes are shown in the diagram. അപ്പോൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ഐ ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നു, അതുപോലെ റൈറ്റ് ഐ ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ഐ ഉപയോഗിച്ച് നോക്കിയാലും റൈറ്റ് ഐ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാലും ആ പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ആംഗിൾ തീറ്റ കോസസ് by the two lines drawn from the position of the two eyes to the object is called angle of parallax. ഇപ്പോൾ പാരലാക്സ് എന്ന് പറഞ്ഞാൽ പാരലാക്സ് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണുകളും തമ്മിലുള്ള ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും ഒരൊറ്റ പോയിന്റിലല്ല ഇരിക്കുന്നത്. ആ രണ്ട് ഐകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് പാരലാക്സ് എറർ സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കണ്ണ് അടച്ചിട്ട് നമ്മളൊരു വസ്തുവിനെ നമ്മൾ പോയിന്റ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഭിത്തിയിലോ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു കണ്ണ് അടച്ചിട്ട് നമ്മൾ നോക്കുക. ആ കണ്ണ് തുറന്നുകൊണ്ട് മറ്റേ കണ്ണ് അടച്ചിട്ട് നോക്കുക. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്ത പോയിന്റ് ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് പാരലാക്സ് എറർ എന്ന് പറയുക. അപ്പം അതുകൊണ്ട് പാരലാക്സ് എററൊക്കെ ഉണ്ടാകാതെ നമ്മൾ മെഷർമെന്റ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ രണ്ട് കണ്ണിന്റെയും നടുക്ക് നമ്മൾ പിടിച്ചിട്ട് ഒബ്സർവേഷൻസ് എടുക്കണം. ഇപ്പോൾ സ്ക്രൂ ഗേജോ വെർനിയർ കാലിപ്പറോ അതല്ലെങ്കിൽ നമ്മൾ വോൾട്ട്മീറ്ററോ അമ്മീറ്ററോ ഏത് ഉപകരണം ഉപയോഗിച്ചാണോ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്, അപ്പോൾ ആ ഉപകരണത്തിൽ നമ്മൾ റീഡിങ്ങുകൾ എടുക്കുമ്പോൾ ആ ഉപകരണം നമ്മുടെ രണ്ട് കണ്ണിന്റെയും മധ്യത്തിൽ വരത്തക്ക വിധത്തിൽ സെൻട്രൽ വരത്തക്ക വിധത്തിൽ പിടിച്ചിട്ട് വേണം നമ്മൾ റീഡിങ്സ് എടുക്കാനായിട്ട്. ഇടത് സൈഡിലേക്കോ അല്ലെങ്കിൽ വലത് സൈഡിലേക്കോ മാറ്റി പിടിച്ചിട്ട് നമ്മൾ റീഡിങ്സ് എടുത്താൽ ഈ പറഞ്ഞ രീതിയിൽ പാരലാക്സ് എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പാരലാക്സ് എറർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണിന്റെയും ചെറിയ ഒരു അകലത്തിലാണ് രണ്ട് കണ്ണും ഇരിക്കുക, ഒറ്റ കണ്ണല്ല. അപ്പം അതുകൊണ്ട് രണ്ട് കണ്ണിന്റെയും പൊസിഷൻസിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഈ പാരലാക്സ് എറർ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും തമ്മിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആയിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിലെ തീറ്റ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എക്സ് എന്ന് പറയുന്നത് ആർക്കായിട്ട് എടുക്കാം, x/r എന്ന് പറയുന്നത് അപ്പോൾ നമുക്കവിടെ തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് ബോഡീസ് മൂണിലോട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഹെവൻലി ബോഡീസിലൊക്കെയുള്ള അകലമൊക്കെ നമ്മൾ അളക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഭൂമിയിൽ രണ്ട് സ്ഥലത്ത് നിന്നിട്ട് ഇപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഒരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മൂണാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ കാണുന്ന O എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് മൂണാണ്. ഇപ്പോൾ ലെഫ്റ്റിൽ എ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ആ മൂണിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ മൂണിൽ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എയും ബിയും തമ്മിലുള്ള അകലം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആർക്ക് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു ആംഗിൾ എന്ന് പറയുന്ന ഫോർമുല, ആ പ്രിൻസിപ്പിൾ, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇഫ് വി ക്യാൻ കൺസിഡർ OA ആൻഡ് OB. ശ്രദ്ധിക്കുക, OA ആൻഡ് OB ആസ് റേഡിയസ് ഓഫ് എ സർക്കിൾ ആൻഡ് ഡിസ്റ്റൻസ്, അതായത് AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആസ് ആൻ ആർക്ക് ഓഫ് സർക്കിൾ, ദെൻ വി ക്യാൻ റൈറ്റ്. ഇപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? AB/r എന്ന് പറയുന്നതാണ് ആംഗിളായിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ അതായത് AB എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ റൈറ്റ് ആംഗിൾ തീറ്റ സബ്റ്റൻഡഡ് അറ്റ് ദ പോയിന്റ് അല്ലെങ്കിൽ അറ്റ് ദ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് x/r എന്ന് എടുക്കുക. അപ്പോൾ r എന്ന് പറഞ്ഞാൽ x/θ. അപ്പോൾ x എന്ന് പറയുന്നത് രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള അകലം, എയും ബിയും തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ രണ്ട് കണ്ണുകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ നമ്മൾ ഒരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്ന രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം, അത് x ആണെങ്കിൽ ആ വസ്തുവിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ അറിയാമെങ്കിൽ നമുക്ക്
ആ വസ്തുവിലേക്കുള്ള ദൂരം, അതായത് r നമുക്ക് കണ്ടുപിടിക്കാം. ഈ മെത്തേഡിനാണ് നമ്മൾ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് കാണുന്ന സയന്റിഫിക് നൊട്ടേഷൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഫിസിക്സിനകത്ത് ധാരാളം ന്യൂമറിക്കൽ വാല്യൂസ് നമുക്ക് വരും. വളരെ വലിയ വാല്യൂവും വരും, അതുപോലെ വളരെ ചെറിയ വാല്യൂസും വരും. Physics is a study of atoms and molecules in microscopic domain. രണ്ട് ഡൊമൈൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. മൈക്രോസ്കോപ്പിക് ഡൊമൈൻസിൽ which have extremely low masses and are present in extremely large numbers. Scientists have to deal with numbers as large as വളരെ വലിയ നമ്പേഴ്സ്. ഇപ്പോൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്ന നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6022 എന്ന് പറഞ്ഞ് ബാക്കി കുറേ സീറോസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊരു സംഖ്യയെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ സംഖ്യയെ നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻസിലേക്ക് മാറ്റുന്നു. അപ്പോൾ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ്, അതിനുശേഷം ഒരു ഡെസിമൽ പോയിന്റ് ഇടുക. ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ദശാംശ സ്ഥാനത്തിനോ 2 ദശാംശ സ്ഥാനത്തിനോ അല്ലെങ്കിൽ 3 ദശാംശമോ നമുക്ക് ഉപയോഗിക്കാം. ഇൻറ്റു 10 പവർ എത്രയാണ് പവർ, ആ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഈ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ 6.02 ഇൻറ്റു 10⁻23 എന്നെഴുതാം. ഫോർ ദ മോളിക്യൂൾസ് ഓഫ് 2 gram ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഓർ ആസ് സ്മോൾ ആസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ വേറൊരു സംഖ്യ 0.000 കുറേ സീറോസ് ഉണ്ട്, 166 gram ഓഫ് മാസ് എന്നുള്ളതിനെ നമുക്ക് സയന്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1.66 ഇൻറ്റു 10⁻24 എന്ന് എഴുതാം. ഈ പറഞ്ഞ രീതിയിൽ 10 പവറുകളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സയന്റിഫിക് നൊട്ടേഷൻസിലാണ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ആൻസർ, ഫൈനൽ റിസൾട്ട് ഒക്കെ നമ്മൾ ഇതേ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ദിസ് പ്രോബ്ലം ഈസ് സോൾവ് ബൈ യൂസിങ് സയന്റിഫിക് നൊട്ടേഷൻസ് ഫോർ സച്ച് നമ്പേഴ്സ്, ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് എനി നമ്പർ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഇൻ ദ ഫോം ഓഫ് n, അതായത് 10n എന്നുള്ള പവറിൽ നമ്മൾ എഴുതുന്നു. വേർ n ഈസ് ദ എക്സ്പോണന്റ് ഹാവിംഗ് പോസിറ്റീവ് or negative values and n is a number called digit term. n into 10⁻n. n എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ അത് ഫ്രാക്ഷൻ ഡെസിമൽ ആയിട്ട് വരാം, അല്ലാതെയും വരാം. ഇപ്പോൾ 1 2 3 അല്ലെങ്കിൽ 1.1 2.2 എന്നുള്ളതാണ് എന്നിൻ്റെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ. ഇൻറ്റു 10⁻n എന്ന് പറയുന്നത് പവർ 10ന്റെ പവറാണ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സംഖ്യ റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്കാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, thus we can write 232.508നെ നമുക്ക് പറഞ്ഞ രീതിയിൽ സയന്റിഫിക് നൊട്ടേഷൻസിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 2.32508 ഇൻറ്റു 10⁻2 എന്നെഴുതാം. ഇപ്പോൾ 10⁻2 കൊണ്ട് മൾട്ടിപ്ലൈ പവർ 2 വരാനായിട്ടുള്ള കാരണം ദശാംശ സ്ഥാനം അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് 2 നമ്മൾ ഇടത്തേക്ക് മാറ്റി കുത്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ഡെസിമൽ പോയിന്റ് ഇടത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് നള്ളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് 2.32 എന്ന് പറയുക. അതായത് 2 ദശാംശ സ്ഥാനം ഇടത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. അതാണ് 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സയന്റിഫിക് നൊട്ടേഷൻസിൽ ആ സംഖ്യയെ മാറ്റി എഴുതാം. നോട്ട് ദാറ്റ് വൈൽ റൈറ്റിംഗ് ഇറ്റ് ദ ഡെസിമൽ ഹാഡ് ടു ബി മൂവ്ഡ് ടു ദ ലെഫ്റ്റ് ബൈ 2 places. ഡെസിമൽ പോയിന്റ് നമ്മൾ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി. ആൻഡ് ദ സെയിം ഇൻ ദ എക്സ്പോണന്റ് 2. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് ഹരിക്കുകയാണ് നമ്മൾ ചെയ്ത് 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റിയത് കൊണ്ട്. അതുപോലെ വേറൊരു സംഖ്യ നമ്മൾ ഇത് 0.0016 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 1.6 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതാം. അതിന് കാരണം നമ്മൾ ഇവിടെ ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്ന 4 സ്ഥാനം വലതേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡെസിമൽ പോയിന്റ് വലതേക്കാണ് മാറ്റുന്നതെങ്കിൽ പവർ എന്ന് പറയുന്നത് 10ന്റെ പവർ എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് വരും. ഇപ്പൊ എത്ര സ്ഥാനം മാറ്റിയോ അത്ര മൈനസ് പവർ വരുന്നു. ഇവിടെ 4 സ്ഥാനം വലത്തേക്ക് മാറ്റിയത് കൊണ്ട് 10ന്റെ പവർ എന്ന് പറയുന്നത് 10⁻⁻4 വരുന്നു. ഹിയർ ഡെസിമൽ ഹാസ് ടു ബി മൂവ്ഡ് 4 places to the right and -4 is the exponent in the scientific notation. ഇപ്പൊ സയന്റിഫിക് നൊട്ടേഷൻസിൽ നമ്മൾ എഴുതുമ്പോൾ 0.00016നെ 1.6 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതണം. വലതേക്കാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് മാറ്റുന്നതെങ്കിൽ 10ന്റെ പവർ മൈനസ് ആയിരിക്കും. അതുപോലെ തിരിച്ചും ഇടത്തേക്കാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് മാറ്റുന്നതെങ്കിൽ പവർ എന്ന് പറയുന്നത് പ്ലസും 10ന്റെ പവർ എന്ന് പറയുന്നത് പ്ലസും വരും. ഇതേ രീതിയിൽ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമുക്കൊരു ഡിജിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അതിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ എത്ര എണ്ണം സിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയുന്നതാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ.
ഇപ്പോൾ ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്, നമുക്കൊരു നമ്പർ തന്നിട്ട് അതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടാം. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് 5-6 റൂൾസ് ആണുള്ളത് ഈ പറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റൂൾസ് എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള നമ്പർ തന്നു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസേ ഉള്ളൂ. ഇപ്പോൾ റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. There are certain rules for determining the number of significant figures. They are stated below. അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് all non-zero digits are significant. 0 ഒഴിച്ചുള്ള എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. In 285 cm 285 there are 3 significant figures. അപ്പോൾ അവിടെ 2, 8, 5 എന്ന് പറയുന്ന 3 ഫിഗേഴ്സ് ഉണ്ട്. ആ എല്ലാ ഫിഗറും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതാണ് അതിനകത്ത് ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ എത്ര വരുന്നു? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അവിടെ 0.25 milliliter. അപ്പോൾ അതിനകത്ത് there are 2 significant figures. അപ്പോൾ അവിടെ 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല, 2ഉം 5ഉം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ അങ്ങനെ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഒരു സംഖ്യയ്ക്ക് അത് ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിലും ഇല്ല, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ റൂള്. ഇപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് സീറോസ് പ്രൊസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് സീറോസ് പ്രൊസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇവിടെ നോക്കുക, സച്ച് സീറോസ് ഇൻഡിക്കേറ്റ് ഇൻ എ പൊസിഷൻ ഓഫ് ഡെസിമൽ പോയിന്റ്. അതായത് 0.03 എന്നുള്ള സംഖ്യ. ഇപ്പൊ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഉടനെ 0 വന്നിരിക്കുകയാണ്, 0.03. ആ 0.03നെ നമുക്ക് സയന്റിഫിക് നൊട്ടേഷൻ, നമ്മൾ നേരത്തെ കണ്ട സയന്റിഫിക് നൊട്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 × 10⁻² എന്ന് എഴുതാം. 3 × 10⁻² എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ നമ്പർ മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. 10⁻⁴ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കരുതുന്നില്ല. 3 മാത്രമാണ് അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഉദാഹരണം ശ്രദ്ധിച്ചേക്കുക. അതുപോലെ 0.0052 എന്നുള്ളതാണ് നമ്മൾ അതിനെ സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് മാറ്റി എഴുതുമ്പോൾ 5.2 × 10⁻³ എന്ന് എഴുതാം. ഇപ്പൊ 3 ദശാംശ സ്ഥാനം വലതേക്ക് മാറ്റുകയാണെങ്കിൽ 10⁻³ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ പവർ എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് വരും, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞത് തന്നെയാണ്. അപ്പോൾ അവിടെ 5.2 × 10⁻³ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 5ഉം 2ഉം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ അതിനകത്ത് വരുന്നുള്ളൂ. 0.0052 ആണെങ്കിൽ അതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരുന്നുള്ളൂ. അതായത് ദശാംശ സ്ഥാനം കഴിഞ്ഞ് 0 വരികയാണെങ്കിൽ എത്ര 0 വന്നാലും ആ സീറോസ് അവിടെ സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് സീറോസ് പ്രൊസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സീറോസ് പ്രൊസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അതിന് കാരണം ഇതാണ്, നമ്മൾ സയന്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ലാതെ വരുന്നു. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഉദാഹരണം നോക്കുക, 2.005. അപ്പോൾ അതിനകത്ത് 2ഉം 5ഉം 0 നോൺ സീറോ ഡിജിറ്റ് ആണ്. അതിനിടയ്ക്ക് സീറോസ് വന്നാൽ അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. പോയിന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ 2.005 എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4ആണ്. 20.05 എന്ന് പറഞ്ഞാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4ആണ്. 200.5 എന്ന് പറഞ്ഞാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4ആണ്. 2005 എന്ന് പറഞ്ഞാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 തന്നെയാണ്. ഡെസിമൽ പോയിന്റ് എവിടെ കിടക്കുന്നു എന്നുള്ളത് പ്രസക്തിയില്ല. 2 നോൺ സീറോ ഡിജിറ്റ്സിനിടയ്ക്ക് സീറോസ് വന്നാൽ ആ സീറോസ് ഉൾപ്പെടെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതുപോലെ നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ 0 അറ്റ് ദ എൻഡ് ഓഫ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് ദ നമ്പർ, ഡെസിമൽ നമ്പർ ആണ്, ആർ സിഗ്നിഫിക്കൻറ്റ് പ്രൊവൈഡ് ദേ ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിന്റ്. ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒരു നമ്പർ കഴിഞ്ഞ് സീറോസ്, ട്രെയിലിംഗ് സീറോസ് എന്ന് പറയും. ഇപ്പോൾ 0.200 ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇതിനകത്ത് ആദ്യത്തെ ദശാംശ സ്ഥാനത്തിന് മുമ്പുള്ള 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ബാക്കിയുള്ള സീറോസ് 2ഉം 2 സീറോയും സിഗ്നിഫിക്കൻ്റ് ആണ്. 0.200 ഗ്രാം എന്ന് എഴുതി കഴിഞ്ഞാൽ there are 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായ സീറോസ്, എത്ര സീറോസ് വന്നാലും ആ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ദ ടെർമിനൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദർ ഈസ് നോ ഡെസിമൽ പോയിന്റ്. മറ്റൊരു പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 100 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100ൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ.
രണ്ട് സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ 1.00 എന്നായിരുന്നെങ്കിൽ അതിനകത്ത് 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ വരുമായിരുന്നു. ഇപ്പൊ 100 അത് ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ വരുന്നുള്ളൂ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് 100-നെ നമുക്ക് സയന്റിഫിക് നൊട്ടേഷൻസിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1 × 10⁻² എന്ന് എഴുതാം. 1 × 10⁻² എന്ന് എഴുതി കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് മാത്രമാണ് അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ഹാസ് ഓൺലി 1 സിഗ്നിഫിക്കൻ്റ് ഫിഗർ, ബട്ട് 100 പോയിന്റ് എന്നാൽ ഹാസ് 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. 100 പോയിന്റ് വെറുതെ പോയിന്റ് ഇട്ടാലും അതിനകത്ത് ആ രണ്ട് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഹാസ് 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ആൻഡ് 100.0 ആണെങ്കിൽ അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഫിഗർ 4 എണ്ണവും സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ്. അതിനകത്ത് 100.0 എന്ന് എഴുതിയാൽ പോലും 4 സിഗ്നിഫിക്കൻ്റ് ഫിഗർ അതിനകത്ത് വരുന്നുണ്ട്. സച്ച് നമ്പേഴ്സ് ആർ ബെറ്റർ റെപ്രസെന്റഡ് ഇൻ സയന്റിഫിക് നൊട്ടേഷൻസ്. അപ്പൊ ഇതിനകത്ത് 100 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി 1000 ആണെങ്കിലും സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര വരുള്ളൂ? 1 തന്നെ വരുള്ളൂ. കാരണം 1000-നെ നമുക്ക് 1 × 10³ എന്ന് എഴുതാം. 10,000 ആണെങ്കിലും 1 lakh ആണെങ്കിലും 1 crore ആണെങ്കിലും അതിനകത്തെല്ലാം സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് 1 മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻസിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സിന് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പൊ 2 balls അല്ലെങ്കിൽ 20 eggs എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കാരണം 2 എന്ന് പറയുന്നതിനെ 2.0000 എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ സീറോസ് എഴുതി വെക്കാം. അതുകൊണ്ട് ആ കൗണ്ടിങ് നമ്പേഴ്സിന് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ കണ്ടുപിടിക്കാനായിട്ടുള്ള റൂൾസ്. അപ്പോൾ ആ റൂൾസ് എല്ലാം കൂടെ ഒന്നിച്ച് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഫസ്റ്റ് റൂളാണ്, പ്രധാനപ്പെട്ട റൂൾ. ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇപ്പോൾ 101 എന്ന് പറഞ്ഞാൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ്. All zeros to the right of a non-zero digit but to the left of an understood decimal point are not significant, but such zeros are significant if they come from a measurement. അടുത്ത റൂൾ പറയുന്നു all zeros to the right of a non-zero digit but to the left of a decimal point are significant. All zeros to the right of a non-zero digit but to the left of a decimal point are significant. അതുപോലെ പറയുന്നു all zeros to the right of a decimal point are significant. ദശാംശ സ്ഥാനത്തിന് വലതു സൈഡിൽ വരുന്ന എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. all zeros to the right of a decimal point but to the left of non-zero digit are not significant. ഇപ്പോൾ സിംഗിൾ സീറോ conventionally placed to the left of a decimal point is not significant. ഇപ്പോൾ 0 point എന്ന് പറഞ്ഞാൽ ആ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. The number of significant figures does not depend upon system of units. ഇപ്പോൾ ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണെങ്കിലും ഇപ്പോൾ ആ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ കിലോഗ്രാം, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഫിഗർ 1 ഉള്ളൂ. ആ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1000 gram ആണ് കിലോഗ്രാം എന്ന് പറയുന്നത്. 1000 എന്നുള്ള 10³ ആണ്. 1 × 10³ എന്ന് പറഞ്ഞാലും സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതായത് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് CG സിസ്റ്റം ആണോ അതല്ലെങ്കിൽ SI സിസ്റ്റം ആണോ, ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ പറയുന്നത്, ആ സിസ്റ്റത്തിനെ ഈ പറഞ്ഞ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. ഈ പറഞ്ഞ റൂൾസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു കുറേ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 0.0631 ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ അനുസരിച്ചിട്ട് ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര വരും നോക്കുക. എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ് വരിക? ആദ്യത്തെ 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല. ആ ദശാംശം കഴിഞ്ഞ് വരുന്ന 0യും സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ 6, 3, 1, 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ അതിനകത്തുള്ളൂ. അതുപോലെ 56,700, 56,700. അപ്പോൾ അതിൽ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര വരും? 5 സിഗ്നിഫിക്കൻ്റ് ആണ്, 6 സിഗ്നിഫിക്കൻ്റ് ആണ്, അതുപോലെ 7ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ലാസ്റ്റ് 2 സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം നമുക്ക് അതിനെ 5.67 × 10⁴ എന്ന് എഴുതാം സയന്റിഫിക് നൊട്ടേഷനിൽ. അപ്പോൾ 5ഉം 6ഉം 7ഉം 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ അവിടെ വരുന്നുള്ളൂ. തൊട്ട് താഴെ കാണുന്ന എക്സാമ്പിൾ നോക്കാം. 0.00123. അപ്പോൾ അതിൽ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര വരും? 2 ആദ്യത്തെ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ദശാംശം കഴിഞ്ഞ് ഉടനെ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, പിന്നെ 1ഉം 2ഉം 3ഉം 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ് അതിനകത്തുള്ളത്. 30.00 വെറുതെ 30 എന്ന് എഴുതിയ സിഗ്നിഫിക്കൻ്റ് ഫിഗർ അതിനകത്ത്
1 ഉള്ളൂ. 30 പോയിന്റ് എന്ന് എഴുതിയാൽ വെറുതെ 30 പോയിന്റ് മാത്രം ഉള്ളെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ 2 ഉണ്ട്. 30.00 ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 30 കഴിഞ്ഞ് ദശാംശം കഴിഞ്ഞ് എത്ര സീറോ ഇട്ടാലും ആ സീറോസ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഈ 30.00 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗറാണ്, 4 സിഗ്നിഫിക്കന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ 6.320 അപ്പോൾ അതിലും എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ദശാംശം കഴിഞ്ഞ് അവസാനം വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അടുത്തത് 6000900 അപ്പോൾ അതിനകത്ത് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 6 സിഗ്നിഫിക്കന്റ് ആണ്. 9 ഇടയ്ക്ക് 6-നും 9 ഇടയ്ക്ക് കിടക്കുന്ന 2 സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അവസാനത്തെ 2 സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 4 വരുന്നുള്ളൂ. 346.56 അപ്പോൾ അവിടെ സീറോസ് ഒന്നുമില്ല, ദശാംശമുണ്ട്. ആ ഡെസിമൽ പോയിന്റ് എവിടെ കിടന്നാലും പ്രശ്നമല്ല. അപ്പോൾ അതിനകത്ത് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്, എല്ലാം സിഗ്നിഫിക്കന്റ്. ഇപ്പോൾ 3.4656 എന്ന് പറഞ്ഞാലും ആ ദശാംശം എവിടെ കിടന്നാലും അതെല്ലാം എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ലാസ്റ്റത്തെ 5212.0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ലാസ്റ്റ് 0 ആണെന്ന് വിചാരിച്ചുകൊണ്ട് സിഗ്നിഫിക്കന്റ് അല്ലാതെ വരുന്നില്ല. ദശാംശം കഴിഞ്ഞ് 0 വന്നു കഴിഞ്ഞാൽ ആ സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. എന്നാൽ ദശാംശം കഴിഞ്ഞ് ഉടനെ 0 കഴിഞ്ഞിട്ട് ഇപ്പോൾ 0.01 ആയിരുന്നെങ്കിൽ അവിടെ ഒരു 0 എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ലാതെ വരുമായിരുന്നു. അപ്പോൾ ഈ റൂൾസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ആ റൂൾസ് അതുപോലെയൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ആ റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നിരിക്കുന്ന പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലത്തിനകത്ത് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര എന്ന് കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് ആവശ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഈ റൂൾസ് കുറവായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രോബ്ലത്തിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഏതൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്, ഏതൊക്കെ സിഗ്നിഫിക്കന്റ് അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി, അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മറ്റു ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി 7 ഉള്ളത്. അപ്പോൾ അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതല്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനെ ഫണ്ടമെന്റൽ അതിൻ്റെ യൂണിറ്റ്സിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നു. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ SI യൂണിറ്റ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം SI യൂണിറ്റുകൾ തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടത് മെയിനായിട്ട് കണ്ടത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രോബ്ലത്തിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട്. പിന്നെ സയന്റിഫിക് നൊട്ടേഷൻസിലേക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ സയന്റിഫിക് നൊട്ടേഷൻസിലേക്ക് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സിഗ്നിഫിക്കന്റ് ഫിഗറും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത്. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചതിന് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.